എന്തു പറ്റി മോനെ? ഇതിൽ കൂടുതൽ എന്തു പറ്റാനാ? ആ തിരുമേനി ചതിച്ചു അല്ലേ? എന്നാലും നീ ഭാഗ്യവാനാ. ഇന്നൊരു ദിവസമല്ലേ ഉള്ളൂ പ്രശ്നം. എന്റെയും സുജാതയുടെയും വിവാഹശേഷം അവിടെ ഒരു അമ്മാവനുണ്ടായിരുന്നു. ഈ വിശ്വാസത്തിന്റെ പേരിൽ ഒരു കർക്കശക്കാരൻ. ഒന്നല്ല രണ്ടോ മൂന്നോ തിരുമേനി വരുമെന്ന് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചെടുക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയ റിസൾട്ട് ആണെങ്കിലോ 3 ദിവസം നീണ്ടു നിൽക്കുന്ന പൂജ. അതാ ഞാൻ പറഞ്ഞത് നീ ഭാഗ്യവാനാന്ന്. ഇതൊക്കെ ഈ കാലത്ത് ആരാച്ച വിശ്വസിക്കുന്നത്? എടാ, വിശ്വാസമുള്ളവർക്ക് അത് പ്രാണനാ. പക്ഷേ ഇല്ലാത്തവർക്ക് അതൊരു പരിഹാസത്തിന് കാരണം മാത്രമാ. ഒരു കാര്യം ഉറപ്പാ, വിശ്വാസത്തെയും വിശ്വാസിയെയും തിരുത്താൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? അതിനെ അതിന്റെ വഴിക്കങ്ങ് വിട്ടേക്കുക. ഒരു നീണ്ട കാലം ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ചെറിയ ത്യാഗമല്ലേ, അതങ്ങ് സഹിച്ചോടാ. അച്ഛാ, അച്ഛൻ അമ്മയോട് പറയണം, ഈ വിശ്വാസം പൂജയൊക്കെ കുറച്ച് കൂടി പോകുന്നുണ്ട്. പറയില്ല, ഒരിക്കലും ഞാൻ പറയില്ല. വേറെ എന്ത് കാര്യമാണെങ്കിലും ഞാൻ നിന്റെ അമ്മോട് പറയും. പക്ഷേ ഈ കാര്യം മാത്രം നടക്കില്ല മോനെ. ദൈവമായിട്ടേ നേരിട്ട് കോൺട്രാക്ട് ഒപ്പിട്ടിട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരാളാണ് നിന്റെ അമ്മ. സോ അത്തരം കാര്യങ്ങൾ വരുമ്പോ തീരുമാനം അമ്മയ്ക്ക് വിടുക, അനുസരിക്കുക. അത്രയേ ഉള്ളൂ മാർഗം. അച്ഛനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുറെ കാലം കഴിയുമ്പോ നിനക്കൊരു മകൻ ഉണ്ടാവുമ്പോ അപ്പോഴും ഉണ്ടാവും ഇതുപോലെ അല്ലറ ചില്ലറ തടസ്സങ്ങൾ. ഞാനേ അച്ഛനെ പോലെ ഒന്നും ആവില്ല. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അയ്യോ പാവം. പോട്ടെ. ഗുഡ് നൈറ്റ്. ഇത് വീണേ, എന്ത് പറ്റിയതാ? വേദനയുണ്ടോ? എടി, വേദനയുണ്ടെങ്കിൽ ഡോക്ടറെ വിളിക്കാം. വേണ്ട. തൊട്ടുപോരു തന്നെ. വീണേ, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്. അതിന് ഞാനെന്ത് വേണം? നിങ്ങൾ എന്തിനാ എനിക്ക് കാവലിരിക്കുന്നേ? ചാവോന്ന് അറിയാനാണോ? എന്റെ മുന്നിൽ എഴുന്നേറ്റ് പോകാവോ? നിങ്ങൾ ഇങ്ങനെ അടുത്തിരിക്കുമ്പോ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഞാൻ കാരണം നിന്റെ ഉറക്കം മുടക്കണ്ട. സുഖമില്ലാത്തല്ലേ, ഉറങ്ങിക്കോ.
ഓ കോഫി എവിടെ? ചോദിച്ചു കേട്ടില്ലേ? കേട്ടു. എന്നാ പിന്നെ എന്താ അതിനുള്ള ഉത്തരം പറയാത്തത്? അടുത്ത ആഴ്ച പരീക്ഷയാണോ? പഠിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മേ, where is the best? ചോദിച്ചു കേട്ടില്ലേ? എടാ നിന്റെ അമ്മയ്ക്ക് എന്തിൻ്റെ പരീക്ഷ ഉണ്ട്, റെഫർ ചെയ്യുന്ന. അമ്മേ, എന്റെ ഷാമ്പു കാണുന്നില്ല. അമ്മ കണ്ടോ? അമ്മയ്ക്ക് ഇത് എന്തു പറ്റിയച്ചാ? എനിക്കറിയില്ല. ഞാനൊരു കോഫി ചോദിച്ചിട്ട് പോലും മറുപടിയില്ല. അമ്മ, എനിക്ക് പല്ല് തേക്കണം. അമ്മ, സാധനങ്ങൾ വാങ്ങുന്നതുക്ക് ലിസ്റ്റ് തരാന്ന് ചൊല്ലിയാച്ച്. ഇപ്പൊ കിട്ടും. ലിസ്റ്റൊക്കെ തരേണ്ട സമയത്ത് തന്നോളൂ. അതുപോലെ തന്നെ ചായ, പേസ്റ്റ്, ഷാംപൂ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരാളും എന്നെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല. പിന്നെ ഞാൻ ആരോട് ചോദിക്കും? നീ ഒരു പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടുവന്നില്ലേ, അവളോട് പോയി ചോദിച്ചാ മതി. അമ്മായിയമ്മമാര് അല്പം സുഖിക്കുന്നതേ മരുമക്കള് വരുമ്പോഴാ. ഞാനിനി കുറച്ച് റെസ്റ്റ് എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. താൻ എന്തോടോ ഈ തീരുമാനിച്ചിരിക്കുന്നത്? എല്ലാ കാര്യം കൂടി ഒറ്റയടിക്ക് നിത്യ ഏൽപ്പിച്ചാലേ മോളെന്ത് കരുതും? എന്ത് കരുതാൻ? ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നിത്യ പറയട്ടെ. ചെയ്യിപ്പിക്കാനൊക്കെ എനിക്കറിയാം. അതെ, മോളാ മോളാന്ന് പറഞ്ഞ് കൊണ്ട് നടന്നിട്ടേ അമ്മായിമ്മ പോരിനാണോ അമ്മ ഉദ്ദേശിക്കുന്നേ? ആണെങ്കിൽ ചെയ്യേണ്ട ജോലിയൊക്കെ ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അവളത് കൃത്യമായി ചെയ്യൂന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ട് മതി അവളിവിടെ തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യം. അമ്മ എന്തൊക്കെയാ പറയുന്നത്? നിത്യയെ കൊണ്ട് ജോലിയൊന്നും എടുപ്പിക്കാൻ പറ്റില്ല. ഓഹോ, നിന്റെ ഭാര്യ ജോലി എടുക്കുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോടാ? എങ്കില് അത് തുറന്നു പറഞ്ഞോ, അതിനുള്ള മാർഗം ഞാൻ കണ്ടോളാം. എന്നാ സാർ ഇത് മാഡം എന്താ മാതിരി? സുജാതെ, താൻ സീരിയസ് ആയിട്ടാണോ ഈ പറയുന്നത്? രഘുവേട്ടന് സംശയമുണ്ടോ? മരുമകളാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അമ്മായിയമ്മ ആവാനാണ് ബുദ്ധിമുട്ട്. രഘുവേട്ടൻ ഓർമ്മയുണ്ടല്ലോ, രഘുവേട്ടന്റെ വീട്ടിൽ ഞാൻ സഹിച്ചത് എന്തൊക്കെയാണെന്ന്. അതൊക്കെ എനിക്ക് തിരിച്ചു കൊടുക്കണ്ടേ? ഞാൻ ജീവിതത്തിൽ കണ്ട അമ്മായിയമ്മ എന്താണോ അതായിരിക്കും ഇനി നിങ്ങൾ എന്നിൽ നിന്നും കാണാൻ പോകുന്നത്. അമ്മേ, നിത്യേച്ചിക്ക് അത്രയ്ക്ക് മനക്കട്ടിയൊന്നുമില്ല. അമ്മ എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യപ്പെട്ടാലേ നിത്യേച്ചി ഇവിടുന്ന് ഇറങ്ങിപ്പോവും കേട്ടോ. അത്രയ്ക്ക് ധൈര്യം അവൾക്കുണ്ടെങ്കിൽ അതെനിക്കൊന്ന് കാണണമല്ലോ. എന്താ ചെയ്ത്? അച്ഛ, ചായ. പഞ്ചസാര ഇട്ടിട്ടില്ല, അച്ഛന് പറ്റില്ലല്ലോ. പേസ്റ്റ് ഇനി മുതലെല്ലാം ഞാൻ തന്നെ നോക്കി വെച്ചോളാം. പോയി പല്ലിയേക്ക്. നിന്റെ ഷാമ്പു ഇതാ ശരവണ ലിസ്റ്റ്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് എന്നെ വിളിക്കണം. ഏതൊക്കെ ബ്രാൻഡാ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. മോളവിടെ നിന്നേ. എന്താ വെച്ചാ? അല്ല, ഇവിടുത്തെ ജോലികൾ മുഴുവൻ മോള് ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഒരു കൽപ്പന ഉണ്ടെങ്കിൽ അത് മോൾ അനുസരിക്കാൻ നിൽക്കണ്ട. അത് രഘുവേട്ടനാണോ തീരുമാനിക്കുന്നത്? പിന്നെ താനാണോ തീരുമാനിക്കുന്നത്? അതെ, ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അമ്മേ, എന്താ?
കണ്ടോ മോളെ, നമ്മളെ തമ്മിലൊന്ന് തല്ലാൻ തീരുമാനിച്ച കാണാൻ ആളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളൊക്കെ എന്താ കരുതിയത്? ഞാൻ മോളെ വേർതിരിച്ച് കാണുമെന്നോ? പിന്നെ എന്താ ഉണ്ടായതെന്നറിയോ? ഞാൻ രാവിലെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോ കുളിയും കഴിഞ്ഞ് ജോലിയും ചെയ്തോണ്ട് അവിടെ നിൽക്കുക. ഇന്ന് മുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്ത് ചെയ്തോളാം അമ്മയെന്നും പറഞ്ഞോണ്ട്. അത് വേണ്ടാന്ന് ഞാൻ കുറെ നിർബന്ധിച്ചു, പക്ഷെ ഇവള് കേട്ടില്ല. എന്നെ പിടിച്ചോണ്ട് വന്ന് ഇവിടെ ഇരുത്തി ദേ പത്രവും കയ്യിൽ തന്നു. ഇതായിരുന്നോ കാര്യം? പേടിപ്പിച്ച് കളഞ്ഞല്ലോ രണ്ടാളും കൂടെ. എന്റെ മോളെ ഞാൻ ഞാൻ തേച്ചോളാം അച്ഛാ. ആ. സുജാതെ, പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുന്ന കണ്ടോ? എങ്ങനെ ദേ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം നിങ്ങൾ എങ്ങനെയായിരുന്നു? എനിക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റില്ലായിരുന്നല്ലോ. തൊട്ടു പുറകെ ഒട്ടിച്ചേർന്ന് നിന്നിട്ട്. ഇന്നു മുതലേ നമ്മുടെ വീടിന് വേറൊരു നിറം വരിക. എന്റെ മോളുടെ നിറം. നടന്നോട്ടെ നടന്നോട്ടെ. പക്ഷേ അമ്മയും മോളും കൂടി ഇതുപോലെ വന്ന് പേടിപ്പിച്ചു കളയരുത് കേട്ടോ. ഓക്കെ അല്ലേ? ആ ഓക്കെ സാർ. വീണേ നോക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ അടുപ്പത്ത് വെള്ളം വെക്കാൻ പറഞ്ഞേ? കാൽപാദം ഒന്ന് മടങ്ങിയിട്ടുണ്ട്. ഒന്ന് ചൂട് പിടിച്ചു കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ വെള്ളം എടുക്കാം. ആ എടാ മോനെ, വരുന്ന വഴിക്ക് അവള് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? മോനെ എന്തെങ്കിലും പറഞ്ഞോ അവള്? നമ്മൾ തമ്മിൽ സംസാരിച്ചു തുടങ്ങിയാലേ പിന്നെ ഇന്നലത്തെ പോലെ അമ്മാവൻ കരയും. അമ്മാവനെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ ബുദ്ധിമുട്ടുകയും ചെയ്യും. അത് വേണ്ട മാവ. ഇനി ഇതാണ് നമ്മുടെ ജീവിതം. പൊരുത്തപ്പെട്ടല്ലേ പറ്റൂ.
അയ്യോ അയ്യോ എന്തെങ്കിലും ചെയ്യുമ്പോ ചോദിച്ചിട്ട് ചെയ്യണ്ടേ? എന്നെ ആരും ചികിത്സിക്കണ്ട. അയ്യോ എന്തു പറ്റി മോനെ അത് പെട്ടെന്ന് വെള്ളം അങ്ങ് മറിഞ്ഞു. സാരമില്ല, ഞാൻ ഓയിൻമെന്റ് ഇട്ടോളാം. കാശ് കൊടുത്തൊരു അടിമയെ മേടിച്ചാ പോലും അവനിപ്പോ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യില്ല. എന്നിട്ടാണോ നീ കാണിക്കുന്നതൊക്കെ? നീ ആരാണടി? എന്തോ നീ ധരിച്ചു വച്ചിരിക്കുന്നേ? അറിയാതൊക്കെ അവൻ പറയുന്ന കേട്ട് ആട്ടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. എനിക്ക് പറ്റില്ല. ഒരു താലി എന്റെ കഴുത്തിലിട്ടതിനെ അച്ഛൻ അയാളോട് കടപ്പാടുണ്ടാവും, പക്ഷെ എനിക്കില്ല. വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് നീ ഓർക്കുന്നില്ലെങ്കിലും എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മോനെ നോക്കട്ടെ, മക്കളെ നോക്കട്ടെടാ. നീ ആ മരുന്നിങ്ങതാ. അമ്മാവാ, എന്താ ഇത്? ഓ, കരയാനും പാടില്ലല്ലോ. നീ വിലക്കിരിക്കയല്ലേ? ജനിച്ചു കൊല്ലാൻ തോന്നുന്നില്ലടാ നിനക്ക്? അല്ലെങ്കിൽ ഞാനത് ചെയ്തേനെ. ഇതെന്തായിട്ടാ നിത്യേച്ചിയുടെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുന്നേ?